ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഡേ 6 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു ദിവസം കൂടിയുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഫോളോ ചെയ്യുന്നത് എഗ് ഡയറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 83.85 ആണ്. നമ്മൾ 83 കടന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ് 86.50 ആയിരുന്നു. അപ്പോൾ ഇതാ ഞാൻ രാവിലത്തെ കുറച്ച് കലാപരിപാടികളിലാണ് കേട്ടോ. മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നുള്ള രാവിലെ എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവർക്ക് ഞാൻ സ്നാക്സിന് ഇന്ന് ബ്രെഡ് ന്യൂട്ടലാണ് കൊടുത്തയക്കുന്നത്. അതിൻ്റെ ഇടയിൽ മക്കൾ വന്നിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ, യൂണിഫോം ഇട്ടതാ മമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ലഞ്ചിന് ഇന്ന് കൊടുത്തയക്കുന്നത് ദോശയും പിന്നെ ചട്നിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ തലേന്ന് അവരോട് ചോദിച്ചു വെക്കൂട്ടോ എന്താണ് വേണ്ടത് ലഞ്ചിന് എന്ന്. അപ്പോൾ അവർ പറയുന്നതാണ് ഉണ്ടാക്കുക, അല്ലാതെ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളെ ഇഷ്ടത്തിനൊന്നും ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഇതാ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരാൾക്ക് ചോക്കോസും ഒരാൾക്ക് ദോശയായിരുന്നു. കാരണം ഒരാൾക്ക് ചെറുതായിട്ടൊരു കഫ് ഉണ്ട്, അപ്പോൾ ചോക്കോസ് കൊടുത്താൽ അത് കൂടും. പിന്നെ അവർ സ്കൂളിലൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ എൻ്റെ അത്തിപ്പഴം രാവിലെ തന്നെ ഉള്ള എംപ്റ്റി സ്റ്റൊമക്കിൽ അത്തിപ്പഴം കഴിച്ചത്, കുതിർത്തിട്ടത് കേട്ടോ. അത് ഞാൻ ഇപ്പോൾ 6ാമത്തെ ദിവസം കറക്റ്റായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു അരമണിക്കൂറിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. മിനിമം ഒരു അരമണിക്കൂർ കഴിയാറുണ്ട്. മാക്സിമം ചിലപ്പോൾ ഓരോരോ പണികളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ നേരമൊക്കെ കഴിയും കേട്ടോ. ചിലപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ അത് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാറുണ്ട്. പക്ഷെ ഒരു 30 മിനിറ്റ്സ് കഴിയാണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കഴിക്കാറില്ല. അപ്പോൾ ആ ഒരു ടൈം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെയുള്ള തുണികളൊക്കെ മടക്കി വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടോ. ആ പണി ഇങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ഇതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞാൻ റോബസ്റ്റ് കട്ട് ചെയ്തതും പിന്നെ 2 എഗ്ഗ് അതുമാണ് കേട്ടോ. അപ്പോൾ അതൊരു ഭംഗിക്ക് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് വീട്ടിൽ ഇഡ്ഡലി ഉണ്ട്, ചട്നി ഉണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ദോശയാണെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഇഡ്ഡലി, ഒരു ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ്. അപ്പം ഞാനിത് നല്ല കുറച്ച് മോഡേൺ ആയിട്ട് ഒരു ഫോർക്കൊക്കെ കുത്തി കഴിക്കുന്നുണ്ട്. ഒരു കാര്യമില്ല, ഒരു ഭംഗി കിട്ടും. മുട്ടയും പഴവും എന്ത് കോമ്പിനേഷനാന്നൊക്കെ അറിയില്ല കേട്ടോ, പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് റെഡി ആവുകയാണ്. ഡ്രസ്സൊക്കെ മാറി സൂംബൊക്കെ പോവാണ് കേട്ടോ. ജസ്റ്റ് ഒരു ബോഡി ഒന്ന് ഇളകുന്നൊക്കെ നല്ലതല്ലേ. ഒരു ചെറിയൊരു വർക്കൗട്ട് 1 അവർ കേട്ടോ. ചെറുതായിട്ട് അങ്ങോട്ടൊക്കെ ആവും, ഇങ്ങോട്ടില്ല അങ്ങോട്ടൊക്കെ ആവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് ഞാനും ഇറങ്ങുക. 10:45 അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഒരു 11 ആകുമ്പോൾ 12 ആകുമ്പോൾ തീരും. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഇറങ്ങുമ്പോൾ തന്നെ ഇറങ്ങിയാൽ സുഖമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടിതാ. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ തിരിച്ചു വന്നിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു, പറയാൻ പറ്റാത്തത്ര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പപ്പായയും ഒരു കുക്കുംബറും കട്ട് ചെയ്ത് അങ്ങോട്ട് കഴിച്ചു. പിന്നെ ഞാൻ മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഒന്ന് കുളിച്ച് മാറ്റിയതിന് ശേഷം അവിടെ മക്കളെ പിക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന സമയം ഞാൻ എൻ്റെ സിസ്റ്ററൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളെ പിക്ക് ചെയ്ത് വീട്ടിലെത്തി. എന്താ അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം? എന്താ ആ ബോട്ടിൽ എന്തിനാ? എന്താവശ്യം? എനിക്ക് മനസ്സിലായി. ആ സൈക്കിളിന്റെ ബാക്കിൽ വെച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കാനല്ലേ. അത് ശരിക്കും കിടക്കുന്നാലേ. ഇനി പുതിയ കളിയായിരിക്കും അല്ലേ? ആദ്യം കുളിച്ച് ഡ്രസ്സ് മാറി ഫുഡ് കഴിച്ചിട്ട് കളിക്കാം. നടക്ക്. കമോൺ.
അതാരാ? മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റെ ലഞ്ച് കഴിച്ചത്. ഒരു 4 മണിക്ക് ആയിട്ടുണ്ടാവും കേട്ടോ വൈകുന്നേരം. അപ്പോഴാണ് ഞാൻ കഴിച്ചത്. ഇതാ ഒരു ബുൾസൈയും പിന്നെ കുറച്ച് ബ്രോക്കോളി കേട്ടോ. എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കഴിക്കാനായിട്ട്, സത്യം പറയാലോ. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് കഴിക്കായിരുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സുജി എൻ്റെ ആര്യന് സുജിനെ വിളിച്ചിട്ട് പപ്സ് വേണം പപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാളെ കയ്യിൽ പപ്സ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊണ്ടുതന്ന് പപ്സ് കട്ട്ലേറ്റ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് എൻ്റെ ഈ ബ്രോക്കോളിൻ്റെ കഴിക്കുന്നു. അപ്പോൾ ഇതാ റെയിന് മുമ്പിൽ എൻ്റെ ഫെററോ റോഷർ ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ട് എന്നെ കൊതിപ്പിച്ച് നടക്കുന്നു. എൻ്റെ സൈഡിൽ ഇതാ ഒരാൾ എഗ് പപ്സ് കഴിച്ചിട്ട് എന്നെ കൊതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സൈഡിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അവരൊക്കെ പോയപ്പോൾ പിന്നെ ഒരു ടൈമായി. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡും വന്നു. പിന്നെ അതിനൊക്കെ ശേഷം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് നന്നായിട്ട് വിശന്നു. ഞാൻ ഇന്ന് പിന്നെ ഒന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ 10 മണിയായപ്പോൾ നല്ല വിശന്നുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഓട്സൊന്നും കഴിച്ചില്ല. ഈ ഒരു പൊമഗ്രാനൈറ്റ് കുറച്ച് പീൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതാണ് കേട്ടോ കഴിക്കുന്നത്. അതും കഴിച്ചു. പിന്നെ നന്നായിട്ട് ഞാൻ അങ്ങോട്ട് വെള്ളം കുടിച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് വരുന്നവരെ ബൈ.